ഉസ്താദ് ഖലീൽ ബുഖാരി തങ്ങളിയൂർക്കട്ട ചേരുന്നുണ്ട് കോർണിഷ് മസ്ജിദിൽ നിന്നും. ഉസ്താദ്, ഈ കാപ്പാടും പൊന്നാനിയിലുമാണ് മാസപ്പിറവി കണ്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ മുതൽ പ്രാരംഭമായിരിക്കും. കള്ളുണ്ടി കോർണിഷ് പള്ളിയിൽ നിന്നും കാപ്പാട് നിന്നും പൊന്നാനിയിൽ നിന്നും മാസപ്പിറവി കണ്ടതായി ബോധ്യപ്പെട്ട് ഖാദിമാർ നാളെ പരിശുദ്ധമായ റമദാൻ 1 തീരുമാനിച്ചു. അഥവാ ഇന്ന് സൂര്യാസ്തമയത്തോടു കൂടെ തന്നെ റമദാൻ്റെ പവിത്രയും മഹത്വവും തുടങ്ങി. ഇന്ന് തൊട്ട് നിയ്യത്ത് വെക്കേണ്ടതാണ്. നവൈത്തു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമദാനി ഹാദിഹി സനത്തിലില്ലാഹി തആല. ഈ വർഷത്തെ റമദാൻ മാസത്തിലെ ഫർളായ നോമ്പ് അനുഷ്ഠിക്കാൻ കരുതി എന്ന് മനസ്സ് കരുതലോടുകൂടെ വായ കൊണ്ട് പറയൽ സുന്നത്താണ്. അതുപോലെ തന്നെ ഈ റമദാനിലെ പ്രത്യേക ആരാധനയാണ് തറാവീഹ് നമസ്കാരം. അത് 20 റക്അത്ത് ഇശാ സുന്നത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കരിക്കും. അതുപോലെ തന്നെ റമദാനിലെ ഏറ്റവും പ്രത്യേക ആരാധനയാണ് വിത്ർ ജമാഅത്തായി നടത്തുക എന്നത്. അത് 11 റക്അത്ത് പറ്റാവുന്നവർ അങ്ങനെ കഴിയും, ഇല്ലെങ്കിൽ 3 റക്അത്ത് പരമാവധി എല്ലാ പള്ളികളിലും നടക്കുന്നതാണ്. പ്രത്യേകിച്ച് റംളാൻ്റെ പവിത്രകൾ സ്വർഗത്തിൻ്റെ എല്ലാ കവാടങ്ങളും തുറക്കപ്പെടുന്നത്, നരകത്തിൻ്റെ എല്ലാ കവാടങ്ങളും അടക്കപ്പെടുന്നത്. ഏത് ആരാധനയ്ക്കും 70ഉം 700ഉം 7000 അവൻ്റെ നിഷ്കളങ്കതയും നിസ്വാർത്ഥയും അനുസരിച്ച് പ്രവർത്തനങ്ങൾ പ്രതിഫലം വർദ്ധിക്കുന്നത്. എല്ലാറ്റിനും കാരണം ഖുർആൻ തന്നെ പറയുന്നത്. ഉസ്താദ് നേരത്തെ സംസാരിച്ച ഘട്ടത്തിൽ പറഞ്ഞിരുന്നു ഈ പ്രാരംഭം ഈ റമദാൻ മാസത്തെ സംബന്ധിച്ച് ലഹരിക്കെതിരായ ഒരു പോരാട്ടം കൂടിയായി ഇത് മാറുമെന്നുള്ളതായിരുന്നു. ഈ തവണ ഞങ്ങളുടെയൊക്കെ തീരുമാനങ്ങൾ എല്ലാ 1 ലക്ഷം വിദ്യാർത്ഥിനികളിലേക്ക് 5 ലക്ഷം കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ ജാമിയ മഅദിൻ അക്കാദമിയിൽ 35,000 വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് പഠിച്ചുപോയ പൂർവ്വ വിദ്യാർത്ഥികൾ ഏകദേശം 1 ലക്ഷം കവിയും, അതുപോലെ തന്നെ ഞങ്ങളുടെ 10,000 മദ്രസകൾ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റേത്, അധ്യാപകർ എല്ലാവരെയും വെച്ച് എല്ലാ കുടുംബങ്ങളിലേക്കും ലഹരിക്കെതിരെ ബോധവൽക്കരണം. അഥവാ ഇന്ന് വളരെ വേദനാജനകമായ വാർത്തകളാണ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഘാതകനെ ഉമ്മ പ്രസവിക്കുന്ന അവസ്ഥകളാണ്. 1ഉം 2ഉം 3ഉമല്ല, ഒരേ കുടുംബത്തിൽ 5 പേരെയും 6 പേരെയും ഒന്നിച്ച് വധിക്കപ്പെടുന്ന സ്വന്തം ചോരകളെ കൊണ്ട് ഇവിടെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് റമദാൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും, വിശിഷ്യ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷമുള്ള പ്രഭാഷണങ്ങൾ, റമദാൻ്റെ എല്ലാ ദിവസവും രാത്രിയും മറ്റുമൊക്കെ പ്രഭാഷണങ്ങൾ നടക്കാറുണ്ട്. അതിലെല്ലാം പ്രധാനമായ വിഷയം ഇക്കുറി ലഹരിക്കെതിരെ ഉള്ളൊരു പോരാട്ടമായിരിക്കണം. ഞങ്ങൾ 3 തരം തിരിക്കുകയാണ്. ഒന്ന്, അതിന് അഡിക്റ്റായ വിഭാഗം, അവർ ട്രീറ്റ്മെൻറ്റ് നൽകി തന്നെ വേണ്ടി വരും. അതേ സ്ഥാനത്ത് വല്ലപ്പോഴും ടൂറുകളിലോ മറ്റോ രുചിച്ചവർ അവരെ കൗൺസിലിംഗ് നടത്തി മറ്റുള്ളവരെ പെടാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികളെ ബോധവൽക്കരണങ്ങൾ നടത്തി, അങ്ങനെ 3 വിധത്തിലാണ് ഞങ്ങളിതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. വരുന്ന റമദാൻ 27-ാം രാവ് മഅദിൻ അക്കാദമിയിൽ നടക്കുന്ന ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥനാ സമ്മേളനത്തിലെ ഏറ്റവും വലിയ പ്രതിജ്ഞ ലഹരിക്കെതിരെ ആയിരിക്കും.